തന്നെ എത്ര വ്യത്യസ്തമായ കേക്കുകളാണ് മാജിക് അവനിലൂടെ പരീക്ഷിച്ചത്. അപ്പോൾ കേക്ക്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ പലതരം കേക്ക്സ്, അതിൻ്റെ ഐസിങ്ങും സ്റ്റഫിങ്ങും ഒക്കെ ആയിട്ട് ലെയർ ചെയ്യുന്നൊക്കെ വ്യത്യസ്തമായ പല കേക്ക്സ് ഉണ്ട്. കേക്ക്സിൻ്റെ തന്നെ വെറൈറ്റീസ്, ഫ്രൂട്ട്സും ചേർത്ത് കേക്ക്സ് ഉണ്ടാക്കുന്ന രീതിയുണ്ട്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്. കേക്ക്സിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ചേരുന്ന പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൈനാപ്പിൾ, പിന്നെ ഒന്ന് പഴം, പിന്നെ ഒന്ന് ആപ്പിൾ, പിന്നെ അത് കഴിഞ്ഞാൽ സ്ട്രോബെറിയും കുഴപ്പമില്ല, പിന്നെ എന്താ ആപ്രിക്കോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. കേക്ക്സ്, പേസ്ട്രീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വളരെ അധികം എന്താ പറയുക ഇഴുകി ചേർന്ന് പോകുന്ന പഴവർഗ്ഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് പലതരം വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു പാചക പരീക്ഷണം നടത്തുന്ന വീട്ടമ്മയ്ക്ക് വ്യത്യസ്തമായ വിഭവങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി ചേർത്ത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തന്നെ ആപ്പിൾ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അതൊരു ആപ്പിൾ കേക്ക്. ഇതിപ്പോൾ മറ്റൊരു ആപ്പിൾ കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആപ്പിൾ ലെയർ കേക്ക്. ഇതെങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ടാണോ ആപ്പിൾ വെച്ച് ലെയർ ചെയ്യുന്നത്? അതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വ്യത്യാസമുണ്ട്. നമ്മളുടെ ആപ്പിൾ ലെയർ കേക്ക് എന്ന് പറഞ്ഞാൽ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആപ്പിളിനെ ഒരു ലെയറായിട്ട് വെച്ചിട്ട് ഒരു ലെയർ ആപ്പിൾ ആയിരിക്കും അങ്ങനെ തന്നെ ബേക്ക് ചെയ്യാൻ പോവാണ്. അല്ലാണ്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ കേക്കിനെ മുറിച്ചിട്ട് അതിനകത്തൊരു ആപ്പിൾ സ്റ്റഫിങ് ചെയ്യാൻ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. ഇത് വ്യത്യസ്തമായ രീതിയിൽ നമ്മളൊരു ആപ്പിൾ ലെയർ കേക്ക് തയ്യാറാക്കാൻ പോവുകയാണ്. വളരെ സ്വാദിഷ്ടമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ നമ്മുടെ ആപ്പിൾ ലെയർ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്പിൾ ലെയർ കേക്ക്. ആപ്പിൾ 4 വലുത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, പട്ട പൊടിച്ചത് 1 ടീസ്പൂൺ. ഇനി മറ്റു ചേരുവകൾ: മൈദ മാവ് 2 കപ്പ്, റിഫൈൻഡ് ഓയിൽ 1.25 കപ്പ്, പൊടിച്ച പഞ്ചസാര 1.5 കപ്പ്, മുട്ട 4 എണ്ണം, ബേക്കിംഗ് പൗഡർ 2.5 ടീസ്പൂൺ, വാനില എസൻസ് 1.5 ടീസ്പൂൺ. അങ്ങനെ നമ്മളുടെ ആപ്പിൾ ലെയർ കേക്ക് ഞാൻ തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. അതിനാദ്യം വേണ്ടത് കുക്കിംഗ് ആപ്പിൾ പോലത്തെ, അതായത് ആപ്പിൾ തന്നെ പലതരം, നല്ല കരുകരുപ്പുള്ള, നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഈറ്റിംഗ് ആപ്പിൾസ്, നന്നായിട്ട് നല്ല കരുകരുപ്പുള്ള ആപ്പിൾസ് വാങ്ങാൻ കിട്ടും. കൂടിയ ആപ്പിളാണ്, പക്ഷെ നമുക്ക് അത്ര കൂടിയ ആപ്പിൾ വേണ്ട. നമുക്ക് കുറച്ചുകൂടി മാവുള്ള ആപ്പിളാണ്. മാവുള്ള ആപ്പിൾ എന്ന് പറഞ്ഞാൽ അത് കുക്കിംഗ് ആപ്പിളാണ്. വേവിക്കുമ്പോൾ അത് നമുക്ക് അരിയുമ്പോൾ തന്നെ അറിയാം. അതിനകത്ത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ കരുകരുപ്പല്ല, ചെറുതായിട്ടിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അകത്ത് മാവുള്ള ആപ്പിൾ, അത് ഇച്ചിരി വലിപ്പം കൂടുതലായിരിക്കും, ഭയങ്കര റെഡ് കളറായിരിക്കില്ല, കുറച്ചൊരു ഒരു റെഡും ക്രീം കളറും കൂടി ചേർന്ന് മഞ്ഞ കളർ കൂടുതൽ വരുന്ന ആപ്പിൾസാണ്. വിലയുടെ കാര്യത്തിൽ മറ്റു ആപ്പിളിനെക്കാട്ടിലും വില കുറച്ച് കുറവായിരിക്കും, ഇച്ചിരി പുളിയുള്ള ആപ്പിളാണ് അത്തരം ആപ്പിൾസ്. അതാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ആപ്പിളിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ. അപ്പോൾ നമ്മളുടെ 4 വലിയ ആപ്പിൾ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തതിലേക്ക് ആദ്യം നമ്മൾ പഞ്ചസാര ഒരു 3-4 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ സാധാരണ പഞ്ചസാര, ഇത് എന്താ പറയുക പൊടിച്ച പഞ്ചസാരയല്ല, സാധാ 3 മുതൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ആകാം. അതിനോടൊപ്പം 1 ടീസ്പൂൺ പട്ട പൊടിച്ചത്. ഇതും എന്താ പറയുക, ആപ്പിളിൻ്റെ കൂടെ ഏറ്റവും ചേരുന്നൊരു മസാല ഏതാണെന്ന് വെച്ചാൽ, സ്പൈസ് ഏതാണെന്ന് വെച്ചാൽ അതെന്താണ്, സിനമൺ പൗഡർ. സിനമൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പട്ട പൊടിച്ചതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നല്ല ചേർന്ന് പോകുന്ന പൂരിതങ്ങളാണ്, പരസ്പര പൂരിതം എന്നൊക്കെ പറയുന്ന പോലെ. ഏലക്ക ഇട്ടാൽ ശരിയാവില്ല, അപ്പോൾ പട്ട തന്നെ വേണം, നിർബന്ധമാണ്. അങ്ങനെ നമ്മുടെ ആപ്പിൾ മിശ്രിതം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിപ്പോൾ ആപ്പിൾ പ്യൂറി ഒന്നും ചെയ്തിട്ടില്ല, ആപ്പിൾ ഫ്രഷ് ആപ്പിൾ നമ്മൾ തൊലി കളഞ്ഞ് ഉരച്ചെടുത്തതാണ്. അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ പട്ട പൊടിച്ചത് മാത്രം ചേർത്ത് യോജിപ്പിച്ച് മാറ്റി വെച്ചു. ഇനി നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ പോവാണ്. കേക്കിന് വേണ്ട കേക്ക് ബാറ്റർ അല്ലെങ്കിൽ കേക്കിന് വേണ്ടി ഡോ. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അത് നമുക്ക് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു 4 മുട്ട കുറച്ചുകൂടെ വലിയൊരു ബൗളിലേക്ക് പൊട്ടിച്ച്, അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും പ്രത്യേകം നമ്മൾ ബീറ്റ് ചെയ്തല്ല ചേർക്കുന്നത്, ഒന്നിച്ച്. രണ്ടാമത്തെ മുട്ട, അങ്ങനെ 4 മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. മുട്ട റെഡി. ആദ്യം മുട്ട ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട ഹോൾ എഗ്സ് ആണ്, അതായത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നിച്ച് തന്നെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തിരിക്കും.
ശർക്കര പ്രത്യേകിച്ച് വെള്ളം പ്രത്യേകം പതച്ച് അങ്ങനെയൊക്കെ ചേർക്കും. അങ്ങനെ വേണമെങ്കിൽ ആകാം. പക്ഷേ ഇതിന് അങ്ങനെ ഒരു വലിയ പ്രൊസീജിയർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര. അപ്പോൾ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കാൻ പോകണം. ഏതാണ്ട് ഒരു 1-1.5 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ വാനില എസൻസ് ചേർക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ ഒരു സ്മെല്ല് മാറി. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ്. അങ്ങനെ മുട്ടയും 4 മുട്ട നന്നായിട്ട് പതപ്പിച്ചു. അതിലേക്ക് നമ്മൾ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1.5 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് റിഫൈൻഡ് ഓയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ചു. റിഫൈൻഡ് ഓയിൽ, ഏത് തരം ഓയിലായാലും കുക്കിംഗ് ഓയിൽ, ഒരു ഫ്ലേവർ ഇല്ലാത്ത എണ്ണ. അപ്പോൾ ഇത് ഒലിവ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ഓയിൽ എന്നുള്ള നിലയ്ക്ക്. നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇനി ഇതിന് പകരം വെണ്ണയാണെങ്കിൽ 200 ഗ്രാം വെണ്ണ ഉരുക്കി ചേർത്താലും മതിയാവും. ഇനി നമുക്ക് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് മൈദാമാവ്. അതിലേക്ക് 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അളന്ന് വെച്ചിരിക്കുവാണ്, അതുകൂടി ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പറ്റുമെങ്കിൽ ഇതൊന്ന് ഇടഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡർ ഒരുപോലെ സ്പ്രെഡായി കിട്ടും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് മൈദാമാവ് കുറേശ്ശെ ബ്ലെൻഡർ കൊണ്ട് തന്നെ ആ മാവ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യും. ഒരുപാട് നേരമായിട്ട് ബീറ്റ് ചെയ്ത് പേരിന് വേണ്ടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ തടിത്തുള്ളി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നെ ബാറ്റർ തയ്യാറാക്കിയ കണ്ടല്ലോ, വളരെ സിമ്പിൾ മെത്തേഡിൽ പെട്ടെന്ന് തന്നെ ബാറ്റർ റെഡിയായി. അപ്പോൾ നമ്മളുടെ ലെയർ ആപ്പിൾ കേക്ക് അല്ലെങ്കിൽ ആപ്പിൾ ലെയർ കേക്കിൻ്റെ 2 കാര്യങ്ങൾ. ഒന്നിൽ ആപ്പിൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഒരു വലിയ 4 ആപ്പിൾ അല്ലെങ്കിൽ 5 ഇടത്തരം സൈസിലെ ആപ്പിൾ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 മുതൽ 1.5 ടീസ്പൂൺ വരെ പട്ട പൊടിച്ചത് ചേർക്കാം. ഭയങ്കര സ്വീറ്റ് ആപ്പിൾ എന്തായാലും വേണ്ട. പുളിയുള്ള ആപ്പിൾ തന്നെ. പുളിയുള്ള ആപ്പിളിൽ ഇച്ചിരി പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം നാരങ്ങാനീരും കൂടെ ഒഴിച്ചാലും തെറ്റില്ല. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇച്ചിരി ഒരു പുളിയാണ്, അതിനൊരു സിട്രസ് ടേസ്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക, ഒരു സാർ ടേസ്റ്റ്, ഒരു പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്വാദല്ലേ. കേക്കിന് എന്തായാലും നല്ല സ്വീറ്റ്നെസ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഫില്ലിംഗ് ആണ് നമ്മളുടെ ആപ്പിൾ. അപ്പം അതിവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഒന്ന് കേക്ക് കേക്ക് ടിന്നിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ബാറ്ററും ഈ ആപ്പിളും ലെയർ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യും. ഇനി നമ്മളുടെ ഒരു പ്രിപ്പയർഡ് കേക്ക് ടിൻ ഇത് പറ്റുമെങ്കിൽ ഒരു സ്പ്രിംഗ് ഫോം പാനാണ് ഏറ്റവും നല്ല കാര്യം. നമുക്ക് ഇളക്കിയെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനകത്ത് കുറച്ച് വെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ തടവി അതിലേക്ക് മൈദമാവ് തൂവി എല്ലാ ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി എക്സസ് വരുന്ന തട്ടിക്കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നാണ്. അതിനകത്തേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് കേക്ക് ടിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഈ മാവിൽ നിന്നും പകുതി ഈ എടുത്തു വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ അതിൻ്റെ പകുതിയോളം നമുക്കിതിലേക്ക് മാറ്റാം. ഒരു പകുതി നമ്മൾ കേക്ക് ടിന്നിലേക്ക് മാറ്റി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആപ്പിൾ ലെയർ, ഇത് ആപ്പിൾ ലെയർ കേക്കാണ്.
സെറ്റ് ചെയ്യാം. ആപ്പിൾ ധാരാളമായിട്ട് നമുക്ക് ചേർക്കാം. ചെടിക്ക് ഒരു ലെയറായിട്ട് തന്നെ വരട്ടെ. ആപ്പിൾ ഒട്ടും കുറയ്ക്കുന്നില്ല, ധാരാളമായിട്ട് ചേർക്കുന്നു. അപ്പോൾ ഒരു നല്ല ലെയർ ഓഫ് ആപ്പിൾ നമ്മളിവിടെ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയിരിക്കുന്ന ബാറ്റർ ഒട്ടും ബാറ്റർ വേസ്റ്റ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ഒരു സ്ക്രേപ്പർ യൂസ് ചെയ്ത് കംപ്ലീറ്റ് അതിൻ്റെ മേളിൽ അങ്ങനെ കേക്ക് ബാറ്റർ കംപ്ലീറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. നന്നായിട്ട് 2 സൈഡ് അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റിയാണ്. നേരെ പകുതി താഴത്തെ ലെയറും അതിൻ്റെ ബാക്കി പകുതി വെള്ളത്തെ ലെയർ, നടുക്ക് നല്ല കട്ടിക്ക് തന്നെ നമ്മളൊരു ആപ്പിൾ ലെയറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് ഇത് മാറ്റുന്നു. 180 ഡിഗ്രി ചൂടിൽ ഏതാണ്ട് ഒരു 50 മിനിറ്റ് മുതൽ 60 മിനിറ്റ് സമയം വരെ എടുക്കും. ഏകദേശം 1 മണിക്കൂർ സമയം എടുക്കും. നമുക്കൊന്ന് നോക്കാം. എന്തായാലും പല ഇലക്ട്രിക് അവൻസും പല ടൈമിംഗ് ആണ്. എന്തായാലും നമ്മളുടെ ആപ്പിൾ ലെയർ കേക്ക് എങ്ങനെയാണ് റെഡിയായി വരുന്നതെന്ന് കാണാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. കുറച്ച് ഷുഗർ ഗ്രാന്യൂൾസ് എന്ന് പറയുമ്പോൾ ഗ്രാനുലേറ്റഡ് ഷുഗർ, പൊടിക്കാത്ത പഞ്ചസാര, സാധാരണ പഞ്ചസാര കുറച്ചൊന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം. അതൊരു ചെറിയൊരു കാരമൽ ഇഫക്റ്റ് തരും. അപ്പോൾ അത് ബേക്കായി വരുമ്പോൾ കുറച്ചൊരു ബ്രൗണിഷ് മോൾ ഭാഗത്ത് ഒരു കുറച്ച് കളർ കൂടുതൽ കിട്ടും. ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന ഇലക്ട്രിക് അവനിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ആപ്പിൾ ലെയർഡ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് വേണം നമ്മളുടെ സ്പ്രിംഗ് ഫോം പാൻ ഒന്ന് ഏകദേശം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ ഒരല്പം തണുത്തൊന്ന് സെറ്റാകാനായിട്ടൊരു സമയം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള രീതി വെഡ്ജസ് പോലെ കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്രസ്റ്റി ആയിട്ട് വന്നിട്ട് നല്ല ഹോട്ട് കേക്കാണ്, നല്ല ചൂടാണ്. ഞാനൊരു അല്പം സമയം കൊടുത്തിട്ട് വേണം ശരിക്കും കട്ട് ചെയ്യാൻ. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ നല്ല ക്രസ്റ്റി ആയിട്ട് നല്ല കരുവരുപ്പ് പോലെ കുറച്ചൊരു ക്രസ്റ്റി ആവും. ഇടയ്ക്കുള്ള ഭാഗം സ്പോഞ്ചി, കുറച്ച് സോഫ്റ്റ്. പിന്നെ ആ ഫില്ലിങ് വരുന്ന ഭാഗം കുറച്ചുകൂടെ ഒരു സോഫ്റ്റർ ടെക്സ്ചറാണ്. സ്പോഞ്ചി അല്ല, ഒരു സോഫ്റ്റ്. കാര്യം അതിൽ ആപ്പിളാണല്ലോ ആ ഭാഗത്ത്. ഇതേ നോക്കൂ, ഈ കാണുന്നതാണ് നമ്മളുടെ ആപ്പിളിൻ്റെ ഭാഗം. കണ്ടില്ലേ? ഇവിടെ ശരിക്കും ഒരു ആപ്പിൾ പൈയുടെ ഒരു മണമാണ് ഈ കേക്കിന്. ഈ ലെയർ ഭാഗത്ത് ആപ്പിൾ പാകത്തിന് വെന്തിട്ടുണ്ട്. അതിനൊരു സിനമൺ മണം, അതായത് ഒരു പട്ട പൊടിച്ച് അതും കൂടി ചേർന്ന് വരുന്നൊരു മണം. പിന്നെന്താ, അതിങ്ങനെ സോഫ്റ്റ് ഒരു ചെറിയ പുളി ഉണ്ടാവും. ഈ 2 ഭാഗവും നല്ല സ്പോഞ്ചി, ഏറ്റവും മുകളിലും താഴെ ക്രസ്റ്റി. ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നല്ല മധുരവും ഒരു ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ടൊരു വ്യത്യസ്തമായ ആപ്പിൾ കേക്ക് കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു ചെറിയൊരു ആപ്പിൾ പൈയുടെ ഒരു സ്വാദും ഒരു കേക്കിൻ്റെ സ്വാദും കൂടി ചേർന്ന് വരുന്ന ഒരു വിഭവം. അപ്പോൾ ഇച്ചിരി ക്ഷമ വേണം. ഒരു 1.5 മണിക്കൂർ സമയം മാറ്റി വയ്ക്കുക. ബേക്കിംഗ് ടൈം അത് ക്രമീകരിച്ച് കൊണ്ടുപോകണം. ആദ്യത്തെ 1 മണിക്കൂർ സമയം നമ്മൾ ശരിക്കും മേളിലും താഴെയും ചൂട് കിട്ടുന്ന രീതിയിലുള്ള ഓവൻ മോഡിൽ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടം താഴത്തെ കോയിൽ മാത്രം ഒരു 15 മിനിറ്റ് ചൂടാക്കുക. പിന്നെ മേളത്തെ കോയിൽ ഒരു 15 മിനിറ്റ്. അങ്ങനെ ടൈം ക്രമീകരിച്ച് മേളിലും താഴെ ഒരു ക്രസ്റ്റി ഫില്ലിംഗ്, അകം നന്നായിട്ട് വേഗവും വേണം. അത്രയും ക്ഷമയോടുകൂടി ഇത് ബേക്ക് ചെയ്തെടുത്താൽ എക്സലൻ്റ് ആയിട്ടുള്ളൊരു, വളരെ നല്ല ഗംഭീരമായിട്ടുള്ളൊരു ആപ്പിൾ ലെയർ കേക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇതിങ്ങനെ തന്നെ കഴിക്കാം. വേണമെങ്കിൽ ഇതിനോടൊപ്പം ഒരല്പം ഐസ്ക്രീമും കൂടി ചേർത്തോ അല്ലെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി സൈഡിൽ വെച്ച് കൊടുത്താൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കാം. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക.